കാരുണ്യാഭിഷേകം, ആരാധിക്കുന്ന ജീവിതങ്ങൾ, കാരുണ്യാഭിഷേകം, കാരുണ്യാഭിഷേകം. ഈശോയിൽ ഏറ്റവും പ്രിയമുള്ള ദൈവമക്കളെ, താഴെ ഇറങ്ങുമ്പോൾ നമ്മളെ ഒരുപാട് ദൈവം അനുഗ്രഹിക്കും. ജീവിതത്തിൽ വിനയവും അതോടൊപ്പം തന്നെ താഴ്മയും അനുസരണമുള്ള ഏതൊരു വ്യക്തിയുടെ ജീവിതത്തിലും ദൈവം ഒരുപാട് അനുഗ്രഹങ്ങൾ നൽകുന്നത് തിരുവചനത്തിലൂടെ നമുക്ക് കാണാൻ കഴിയും. തൻ്റെ മകന് വേണ്ടി ജീവിത പങ്കാളിയെ കണ്ടുപിടിക്കുവാൻ ദൈവം വേലക്കാരനെ പറഞ്ഞയക്കുന്നു. വേലക്കാരൻ മനസ്സിൽ വിചാരിക്കുന്നത് പോലെ അവന് വെള്ളം കോരി കൊടുക്കുന്നു. അവൻ്റെ ഒട്ടകങ്ങൾക്ക് വെള്ളം കോരി കൊടുക്കുന്ന റബേക്ക എന്ന് പറയുന്നൊരു പെൺകുട്ടി, ആ പെൺകുട്ടിയെ തൻ്റെ മുതലാളിയുടെ യജമാനൻ്റെ മകന് ജീവിത പങ്കാളിയായി കൊണ്ടുവരികയാണ്. ദീർഘയാത്ര തിരിച്ചിരിക്കുന്ന ഇവര് പാടത്ത് നിൽക്കുന്ന ചെറുപ്പക്കാരനെ കണ്ട് ചോദിക്കുകയാണ് റബേക്ക, അതാരാണ്? അപ്പോൾ റബേക്കയോട് ആ ഭൃത്യൻ പറയുകയാണ്, അതാണ് യജമാനൻ. ഉടനെ അവൾ താഴെ ഇറങ്ങുകയാണ്. പ്രിയമുള്ളവരെ, വിവാഹ ജീവിതത്തിൻ്റെ ഒരു വലിയ ഒരു സ്നേഹത്തിൻ്റെ ആ ഒരു അനുഗ്രഹം, അതൊരു അഭിഷേകമാകണമെങ്കിൽ ഒരു സ്ത്രീ താഴേക്ക് ഇറങ്ങി വരും തോറും ജീവിത പങ്കാളി ഉയർന്നു വരും. ജീവിത പങ്കാളിയെ ഉയർത്താൻ, വളർത്താൻ, ബഹുമാനിക്കാൻ ബോധപൂർവം ഒരു സ്ത്രീ തൻ്റെ ജീവിതത്തിൽ വിനയം അഭ്യസിച്ചാൽ, വിനയപൂർവ്വം ജീവിച്ചാൽ, താഴ്മയോടെ പെരുമാറിയാൽ, അനുസരിക്കാൻ തയ്യാറായാൽ അത് വലിയൊരു അനുഗ്രഹമാണ്. ഈ വിശുദ്ധ ഗ്രന്ഥത്തിൽ ഉൽപ്പത്തി പുസ്തകം 24-ാം അധ്യായത്തിൽ റബേക്ക ഒട്ടകത്തിൻ്റെ പുറത്തുനിന്ന് താഴെ ഇറങ്ങി തൻ്റെ യജമാനൻ്റെ മുമ്പിലേക്ക് വരുമ്പോൾ അവൾ ആ മുഖത്ത് ആ മൂടുപടം അണിയുകയാണ്. ജീവിതത്തിൽ അനുസരണത്തിൻ്റെയും വിധേയത്വത്തിൻ്റെയും ഒരു വലിയ ഒരു മുഖമുദ്രയാണ്. ജീവിത പങ്കാളിയെ, പുരുഷനെ ബഹുമാനിക്കുന്ന ഒരു ഭാര്യ. ഇത് കണ്ടുപഠിക്കുന്ന മക്കൾ അവരുടെ ജീവിതത്തിൽ മാതാപിതാക്കളെ ബഹുമാനിക്കുവാനും അനുസരിക്കുവാനും തുടങ്ങും. ജീവിതത്തിൽ നമ്മുടെ എല്ലാവരുടെയും കുടുംബത്തിൽ ഈ ഒരു വിനയം, ഈ ഒരു താഴ്മ, ഈ ഒരു അനുസരണം ഉണ്ടെങ്കിൽ ദൈവം നമ്മെ സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കും. പ്രാർത്ഥിക്കാം. കർത്താവേ, ഞങ്ങളുടെ കുടുംബങ്ങളിൽ ഞങ്ങളുടെ മാതാപിതാക്കൾ, ഭാര്യ ഭർത്താക്കന്മാർ പരസ്പരം എളിമയോടെ, താഴ്മയോടെ, അനുസരണയോടെ ജീവിക്കുവാൻ കൃപ നൽകണമേ എന്ന് ഈശോയെ ഈ പ്രഭാതത്തിൽ ഞങ്ങൾ അങ്ങയോട് പ്രാർത്ഥിക്കുന്നു. മാനവ സ്നേഹത്തിൽ നീ പിറന്നു, കുരിശിൻ തണലിൽ നീ വളർന്നു. മാനവ സ്നേഹത്തിൽ നീ പിറന്നു, കുരിശിൻ തണലിൽ നീ വളർന്നു. സ്നേഹശൂന്യമാ അന്തരാളങ്ങളിൽ സ്നേഹസുധാരയായി ഒഴുകി വരൂ. സ്നേഹശൂന്യമാമന്തരാളങ്ങളിൽ സ്നേഹസുധാരയായി ഒഴുകി വരൂ. സ്നേഹസുധാരയായി ഒഴുകി വരൂ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ.